അടുത്ത 5 വർഷത്തിനുള്ളിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ ടേക്ക് ഓവർ ചെയ്യുമെന്നും, അതായത് മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ നിർമ്മിത ബുദ്ധി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത് ടെക് ജയന്റും ടെസ്ലയുടെ മേധാവിയുമായ ഇലോൺ മസ്ക് ആണ്. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ബിസിനസ്സുകാർ തങ്ങളുടെ ക്ലയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ബിഗ് ട്രാൻസിഷൻ തന്നെ നടത്തുന്നു എന്ന് പറയാം. ഈ ഒരു ട്രാൻസിഷൻ സ്കിൽസ് റിക്വയർമെന്റ്സിലും മാറ്റം കൊണ്ടുവന്നതോടെ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ പഠിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കും എത്തിച്ചിരിക്കുകയാണ്. മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നോക്കാം. ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാനും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കൂടാതെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കാനും മനുഷ്യനേക്കാൾ മെച്ചമായി ജോലി ചെയ്യുന്നതും ലക്ഷ്യമിടുന്ന കമ്പ്യൂട്ടർ ശാസ്ത്ര ശാഖയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, പ്രധാനമായും AI 4 ടൈപ്സ് ആണുള്ളത്. റിയാക്റ്റീവ് മെഷീൻസ്, ലിമിറ്റഡ് മെമ്മറി, തിയറി ഓഫ് മൈൻഡ്, സെൽഫ് അവെയർ AI എന്നിങ്ങനെ 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിയാക്റ്റീവ് മെഷീൻസിലേക്ക് വന്നാൽ ഇത് എയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ളവയെന്ന് പറയാം. അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവയ്ക്ക് കഴിയും. ഇവയ്ക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത. സെക്കൻഡ് വൺ ലിമിറ്റഡ് മെമ്മറിയിലേക്ക് വന്നാൽ ഇവയ്ക്ക് നിലവിലുള്ള ഡേറ്റ ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് ബെറ്റർ ഔട്ട്പുട്ട് നൽകുവാനും കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ തിയറി ഓഫ് മൈൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യ ചിന്തകളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നവയാണിവ. ഈ ടൈപ്പ് AI വികസിപ്പിച്ചെടുക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ സെൽഫ് അവെയർ AI. മനുഷ്യ മനസ്സിനേക്കാൾ മികച്ചതായിരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തമായി തീരുമാനമെടുക്കണമെന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. ഓക്കെ, മെയിൻ ടോപ്പിക്കിലേക്ക് വന്നാൽ വിൽ AI ആൻഡ് ഓട്ടോമേഷൻ ടേക്ക് അവർ ജോബ്സ്? യഥാർത്ഥത്തിൽ ഇതിനൊരു എളുപ്പമായ ഉത്തരം നൽകാൻ കഴിയില്ല എന്നതാണ് സത്യം. എന്നാൽ ഫോർച്യൂൺ പോലെയുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറയുന്നത് അടുത്ത 15 വർഷത്തിനുള്ളിൽ 40% ജോലികൾ റോബോട്ടുകൾ ഏറ്റെടുക്കുമെന്നാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ കൂടുതൽ ഹ്യൂമനൈസ്ഡ് ചെയ്യപ്പെടുമ്പോൾ നിലവിലുള്ള കുറച്ച് ജോലികൾ അനാവശ്യമാകുന്നു എന്നതാണ് പ്രശ്നം. വേൾഡ് ഇന്റലിജൻസ് കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ AI, വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റുമാർ, ചാറ്റ് ബോട്ടുകൾ എന്നിവ 2024 ആകുമ്പോഴേക്കും ജോലിഭാരം ഏതാണ്ട് 69% കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, ടെക്നോളജിയും കമ്പ്യൂട്ടറുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ഉൽപാദനക്ഷമത, വേഗത്തിലുള്ള ആശയവിനിമയം എന്നിവയിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. കമ്പ്യൂട്ടറുകൾ പേപ്പർ വർക്കുകൾ വലിയ തോതിൽ കുറയ്ക്കുകയുണ്ടായി. IT-യും സോഫ്റ്റ്വെയറും പ്രോബ്ലം സോൾവിംഗ്, റീസണിംഗ്, നോളജ്, ലേണിംഗ്, പ്ലാനിംഗ് എന്നിവയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, ക്ലിയർ. സോ AI ആൻഡ് ഓട്ടോമേഷൻ നിങ്ങളുടെ ജോലി ഏറ്റെടുക്കുന്നുവെന്ന് കരുതുന്നുണ്ടോ? എന്നാൽ ഏതൊക്കെ ഫീൽഡിൽ ഇവ ജോലി നഷ്ടമുണ്ടാക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നിരുന്നാലും AIക്ക് വൻ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, നമ്പർ 10, HR മാനേജേഴ്സ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ. ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിന് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, റിക്രൂട്ട്മെന്റ് പ്രോസസ് കോർഡിനേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ ഒരു മനുഷ്യനെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജോലികൾ ഉടനെയൊന്നും ഓട്ടോമേറ്റഡ് ആവില്ല. 2024 ആകുമ്പോഴേക്കും ഈ മേഖല 9% വളരും. റോബോട്ടുകൾ ഈ മേഖല ഏറ്റെടുക്കാനുള്ള സാധ്യത 0.55% മാത്രമാണ്. നമ്പർ 9, ലോയേഴ്സ് അഥവാ അഭിഭാഷകർ. നിങ്ങളൊരു അഭിഭാഷകന്റെ സഹായം തേടി എന്നതിനർത്ഥം എന്താണ്? നിലവിലുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ നിയമസഹായം വേണമെന്നാണ്, അല്ലേ? അതെ, ശരിയായ വാദം ഉന്നയിച്ച് നിങ്ങൾക്ക് അനുകൂലമായ വിധിയോ മറ്റോ നേടിയെടുക്കാൻ റോബോട്ടുകൾക്കോ ഓട്ടോമേറ്റഡ് മെഷീൻസിനോ കഴിയില്ല. അതായത് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ബുദ്ധി മെഷീൻസിനുണ്ടാകില്ല. എന്നിരുന്നാലും തെളിവുകളുടെ പ്രോസസ്സിങ്ങിന് AI സഹായിക്കും. ലോയേഴ്സ് പോലെ തന്നെ ജഡ്ജസും AI ഭീഷണിയുള്ള മേഖലയല്ല. അതുകൊണ്ട് തന്നെ ലോയേഴ്സും ജഡ്ജസ് മേഖലയും AIയുടെ ഭീഷണി വരുന്ന ഒരു കാര്യമേ അല്ല. നമ്പർ 8, CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഡെസിഷൻസ്, ഒരു കമ്പനിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കോർപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ മെയിൻ റോൾ വഹിക്കുക, ഇവയ്ക്കൊന്നും ഓട്ടോമേഷൻ പകരമാവില്ല. സോ CEO പോസ്റ്റ് സേഫ് ആണ്. നമ്പർ 7, സയന്റിസ്റ്റ്. എക്സ്പെരിമെന്റ്സ് നടത്തുക എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ സയന്റിസ്റ്റുകൾക്ക് ചെയ്യേണ്ടതായുണ്ട്.
ഗവേഷണത്തിലെ എണ്ണമറ്റ മണിക്കൂറുകൾ, കണ്ടുപിടിക്കാനുള്ള കൗതുകകരമായ സ്വഭാവം ഇവയൊന്നും ഒരു റോബോട്ടുകൾക്കും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവർക്കുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ AI സഹായിക്കും. സോ സയൻറ്റിസ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ AIക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്പർ 6, സൈക്യാട്രിസ്റ്റ്. ലോകത്തിലെ മികച്ച സയൻറ്റിസ്റ്റുകൾക്കും ഡോക്ടർമാർക്ക് പോലും ഒരു മനുഷ്യ മസ്തിഷ്കം എങ്ങനെയാണ് വയർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഓരോരുത്തരുമായി ബന്ധപ്പെടാൻ സഹാനുഭൂതിയും അനുകമ്പയും അത്യാവശ്യമാണ്. മനുഷ്യ മനസ്സുകളെ അങ്ങനെ സമീപിക്കാൻ ഓട്ടോമേറ്റഡ് മെഷീന് കഴിയില്ല. സോ സൈക്യാട്രിസ്റ്റ് ഒരിക്കലും AIക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്പർ 5, ഈവന്റ് പ്ലാനേഴ്സ്. ആളുകളുമായി ചർച്ചകൾ നടത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാൻ പ്ലാനേഴ്സ് തന്നെ വേണം. ഈവന്റ് പ്ലാനിങ്ങിന് സർഗാത്മകതയും ഏകോപനവും അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു റോബോട്ടിന് ഏകോപനവും സംഘടനാ വൈദഗ്ധ്യവും ഉണ്ടായിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല. സോ ഈവന്റ് പ്ലാനേഴ്സ് സേഫായിട്ടുള്ള ജോബ് തന്നെയാണ്. നമ്പർ 4, ഗ്രാഫിക് ഡിസൈനേഴ്സ്. ഗ്രാഫിക് ഡിസൈൻസ് കലാപരവും സാങ്കേതികവുമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ക്ലയൻറ്റിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ അപാരമായ ധാരണ അത്യാവശ്യമാണ്. ഓരോ ക്ലയൻസിനും ആവശ്യമുള്ളത് അറിഞ്ഞ് മികച്ച ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഗ്രാഫിക് ഡിസൈൻസ് ഒരു സേഫായിട്ടുള്ള ജോബ് തന്നെയാണ്. നമ്പർ 3, PRO അഥവാ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ക്ലയൻസുമായി മികച്ച ബന്ധം നിലനിർത്താനും കോണ്ടാക്ട് നിലനിർത്താനും PROയുടെ സേവനം അത്യാവശ്യമാണ്. ഒരു പ്രശ്നത്തെക്കുറിച്ച് മികച്ച അവബോധം ഉണ്ടായിരിക്കുക, ഡിപ്ലോമാറ്റിക്കായി ഇടപെടുക, ഇവയെല്ലാം PROയുടെ ആവശ്യകത നിലനിർത്തുന്നു. നമ്പർ 2, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വളരെയധികം സമയവും സ്കില്ലും അത്യാവശ്യമാണ്. വ്യത്യസ്ത ക്ലയന്റിന്റെ ഡിമാൻഡിനനുസരിച്ച് പെർഫെക്റ്റ് പ്രോഡക്റ്റ് കൊടുക്കേണ്ടത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. സോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്നും സേഫായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. നമ്പർ 1, ക്രിയേറ്റീവ് ജോബ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് നമ്മളൊരു ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് വേണ്ടതെന്ന് നൽകേണ്ടതുണ്ട്. എന്നാൽ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല. സോ ക്രിയേറ്റീവ് കാറ്റഗറിയിൽ വരുന്ന റൈറ്റേഴ്സ്, നോവലിസ്റ്റ്, ഡയറക്ടേഴ്സ്, മ്യൂസിക് കമ്പോസേഴ്സ്, സിംഗേഴ്സ്, ഫോട്ടോഗ്രാഫി തുടങ്ങി എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഫേമസ് യൂട്യൂബേഴ്സിനെ എല്ലാം നോക്കിയാൽ അവയെല്ലാം ക്രിയേറ്റിവിറ്റി ബേസ്ഡ് ജോബ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയും. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഒരു മെഷീൻസിനും മറികടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ധൈര്യമായി മുൻപോട്ട് പോകൂ. വിജയം നിങ്ങളുടേതായിരിക്കട്ടെ. ഓക്കെ, ഈ 10 ഫീൽഡ് കൂടാതെ പ്രോജക്റ്റ് മാനേജേഴ്സ്, ടീച്ചേഴ്സ്, സർജൻസ് തുടങ്ങിയ ജോബ്സിനും AIക്ക് കാര്യമായ ഭീഷണി ഉയർത്തില്ല എന്ന് കരുതപ്പെടുന്നവ തന്നെയാണ്. ഓക്കെ, സോ AIയുടെ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ ടോപ്പിക്കിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? AI കാരണം നഷ്ടമാകാത്ത ജോബ്സ് എന്ന് നിങ്ങൾ കരുതുന്നവ തീർച്ചയായും കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് സീ യു സൂൺ. ബൈ.